അയാൾ സ്വയം വിശേഷിപ്പിച്ചത് സ്കോട്ട്ലാൻഡിലെ അവസാനത്തെ രാജാവ് എന്നായിരുന്നു. പക്ഷേ ലോകം അയാളെ വിളിച്ചത് ഉഗാണ്ടയിലെ കശാപ്പുകാരനെന്നും. 6 അടി 4 ഇഞ്ച് ഉയരം, ബോക്സിംഗ് ചാമ്പ്യൻ, ബ്രിട്ടീഷ് സൈന്യത്തിലെ വിശ്വസ്തനായ പട്ടാളക്കാരൻ. പക്ഷേ അധികാരത്തിന്റെ സിംഹാസനത്തിൽ അയാൾ ഇരുന്ന 8 വർഷങ്ങൾ ഉഗാണ്ടയെ ഒരു ശ്മശാനമാക്കി മാറ്റി. ആരായിരുന്നു ഇദി അമീൻ? എങ്ങനെയാണ് ഒരു സാധാരണ പട്ടാളക്കാരൻ ആഫ്രിക്കയെ വിറപ്പിച്ച ക്രൂരനായ സ്വേച്ഛാധിപതിയായി മാറിയത്? 1920കളിൽ വടക്കു പടിഞ്ഞാറൻ ഉഗാണ്ടയിലായിരുന്നു അമീന്റെ ജനനം. അധികം വിദ്യാഭ്യാസമില്ലാത്ത അയാൾ 1946ൽ ബ്രിട്ടീഷ് കൊളോണിയൽ സൈന്യത്തിൽ ഒരു പാചകക്കാരനായിട്ടാണ് ചേരുന്നത്. പക്ഷേ തന്റെ ശാരീരിക കരുത്തും ബുദ്ധിയും ഉപയോഗിച്ച് അയാൾ വേഗത്തിൽ റാങ്കുകൾ കയറി. ഉഗാണ്ടയ്ക്ക് സ്വാതന്ത്ര്യം ലഭിച്ചപ്പോൾ അന്നത്തെ പ്രധാനമന്ത്രി മിൽട്ടൺ ഒബോട്ടെയുടെ ഏറ്റവും അടുത്ത വിശ്വസ്തനായി അമീൻ മാറി. എന്നാൽ അധികാരം ആരെയാണ് മോഹിപ്പിക്കാത്തത്? 1971 ജനുവരി 25 ഒബോട്ടെ രാജ്യം വിട്ടുനിൽക്കുന്ന സമയം നോക്കി അമീൻ അധികാരം പിടിച്ചെടുത്തു. ജനങ്ങൾ അന്ന് തെരുവിലിറങ്ങി ആഹ്ലാദിച്ചു. പക്ഷെ അവരറിഞ്ഞില്ല തങ്ങൾ രാക്ഷസനെയാണ് സ്വാഗതം ചെയ്യുന്നതെന്ന്. തുടക്കം ഗംഭീരമായിരുന്നു. പക്ഷെ പിന്നീട് കണ്ടത് ചോര ചിതറുന്ന കാഴ്ചകളാണ്. അമീൻ തന്റെ അധികാരം ഉറപ്പിക്കാൻ എതിരാളികളെ ഒന്നൊന്നായി കൊന്നുതള്ളി. സ്റ്റേറ്റ് റിസർച്ച് ബ്യൂറോ എന്ന തന്റെ രഹസ്യ പോലീസ് വഴി ലക്ഷക്കണക്കിന് ആളുകളെയാണ് അയാൾ അപ്രത്യക്ഷമാക്കിയത്. 1972ൽ അമീൻ ഒരു വിചിത്രമായ പ്രഖ്യാപനം നടത്തി. 90 ദിവസത്തിനുള്ളിൽ രാജ്യത്തുള്ള എല്ലാ ഏഷ്യക്കാരോടും ഉഗാണ്ട വിട്ടുപോകാൻ അയാൾ ഉത്തരവിട്ടു. ഉഗാണ്ടയുടെ സാമ്പത്തിക അടിത്തറ അതോടെ തകർന്നു. തന്റെ അധികാരം ചോദ്യം ചെയ്യുന്ന ആരെയും അമീൻ വെറുതെ വിട്ടില്ല. സ്വന്തം മന്ത്രിമാരെയും ജഡ്ജിമാരെയും വരെ അയാൾ കൊലപ്പെടുത്തി. തന്റെ കൊട്ടാരത്തിലെ ഫ്രീസറിൽ ശത്രുക്കളുടെ തലവെട്ടി സൂക്ഷിച്ചിരുന്നു എന്നുവരെയുള്ള കഥകൾ ഇന്നും ലോകത്തെ നടുക്കുന്നു. താൻ ദൈവത്തെക്കാൾ വലിയവനാണെന്ന് അയാൾ വിശ്വസിച്ചു. പക്ഷേ 1978ൽ അയൽരാജ്യമായ ടാൻസാനിയയെ ആക്രമിക്കാനുള്ള അയാളുടെ തീരുമാനം വിനയായി. ടാൻസാനിയൻ സൈന്യവും അമീന്റെ ക്രൂരതയിൽ മനംമടുത്ത ഉഗാണ്ടൻ വിമതരും ചേർന്ന് 1979ൽ കമ്പാല കീഴടക്കി. അധികാരത്തിന്റെ ഉന്നതിയിൽ നിന്ന് അമീൻ ഓടി ഒളിച്ചു. ആദ്യം ലിബിയയിലേക്കും പിന്നീട് സൗദി അറേബ്യയിലേക്കും. 3 ലക്ഷത്തോളം മനുഷ്യരുടെ ചോര പുരണ്ട കൈകളുമായി ഒരു വിചാരണയെ പോലും നേരിടാതെ 2003ൽ സൗദിയിൽ വെച്ച് അയാൾ മരിച്ചു. പക്ഷേ ഉഗാണ്ടയുടെ മണ്ണിൽ അയാൾ ഏൽപ്പിച്ച മുറിവുകൾ ഇന്നും ഉണങ്ങിയിട്ടില്ല. ഇദി അമീൻ എന്നത് വെറും ഒരു പേരല്ല, അത് പരിധിയില്ലാത്ത അധികാരത്തിന്റെ ഭയാനകമായ മുഖമാണ്. ചരിത്രം ഇദി അമീനെ എങ്ങനെ വിലയിരുത്തും? വെറും ഒരു കൊലയാളിയായോ അതോ കൊളോണിയലിസത്തിനെതിരെ പോരാടിയ ഒരു വികലമായ ചിന്താഗതിക്കാരനായോ? ഉത്തരം എന്തുതന്നെയായാലും അധികാരം അധർമ്മത്തിന് വഴിമാറുമ്പോൾ ഒരു രാജ്യം എങ്ങനെ ശ്മശാനമാകുമെന്ന് അമീൻ നമുക്ക് കാണിച്ചു തന്നു.